മോർണിംഗ്. ഇന്നത്തെ ദിവസം 27-ാം തീയതിയാണ്, ജൂൺ മാസം. ഞാൻ ആദ്യമായിട്ട് എണീറ്റു. പിന്നെ സാധാരണ പോലെ ബ്രഷ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശേഷം ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. ചായ സാധാരണയായിട്ട് കുടിക്കാറില്ല. എന്നിരുന്നാലും ചായക്ക് പകരമായിട്ട് ഇപ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഒത്തിരി സുഖക്കുറവുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ചുക്ക് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചുക്ക് കാപ്പി ഇടുന്ന ഭാഗമാണ് കാണുന്നത്. പിന്നെ പഠിക്കാനിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ സുപ്രധാന നിയമങ്ങളിൽ റൈറ്റ് ടു ഇൻഫർമേഷനാണ് ആദ്യമായിട്ട് നോക്കണത്. ഇന്നലെ കുറച്ച് തവണ അത് നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹൈലൈറ്റർ വെച്ചൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ബാക്കി ഇനിയും കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് പഠിക്കാനുള്ളതിലാണ് ഇരിക്കുന്നത്. സുപ്രധാന നിയമങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഇത്തിരി ടഫായിട്ടുള്ളൊരു ഭാഗമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് വേണം. ഇപ്പോൾ എത്രത്തോളം പേജ് ഉണ്ടെന്ന് നോക്കുകയാണ്. കുറച്ചധികം പേജ് ഉണ്ട് പഠിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ഭാഗം നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം മലയാളമാണ് എടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഒറ്റപ്പദങ്ങൾ എന്നുള്ള ഭാഗമാണ് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിലത് ഇൻഡെക്സിൽ എവിടെയാണെന്ന് പെട്ടെന്ന് കാണാതെ പോയി. അതിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. സത്യത്തിൽ ഞാനത് ഫസ്റ്റ് പേജിൽ കൂടെയൊക്കെ കടന്നുപോയി. പിന്നെയും നോക്കുകയാണ് ഇത് എവിടെയാണെന്നുള്ളത്. പിന്നീട് നമുക്ക് കിട്ടി ഒറ്റപ്പദങ്ങൾ. നമ്മൾ കടന്നുപോയ ഭാഗം തന്നെ ഒറ്റപ്പദങ്ങളാണ് നോക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞു. അതിന് ശേഷം പിന്നീട് വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കാനിരുന്നു. മാത്തമാറ്റിക്സ് നമ്മൾ സൈലത്തിൻ്റെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് നോട്ട്സ് എഴുതുകയാണ്. സ്വയമായിട്ട് ചെയ്തു നോക്കുകയാണ്. മാത്സ് എന്നെ സംബന്ധിച്ചപ്പോൾ ഒരു ടഫ് സബ്ജക്റ്റാണ്. അപ്പോൾ അതിലൊന്ന് പുലിയാവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനൊക്കെ ചേർന്നിരിക്കുന്നത്. ക്ലാസ്സുകൾ ഡെയിലി കണ്ടുപോകുന്നുണ്ട്, എഴുതുന്നുണ്ട്. റിവിഷനാണ് നടക്കാത്തത്. അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ച്, നമ്മളെ സംബന്ധിച്ച് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട്. മാത്തമാറ്റിക്സിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ആരോഹണക്രമത്തിന് പകരം അവരോഹണക്രമം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, തെറ്റിപ്പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് അടിവരയിട്ടിട്ട് വീണ്ടും ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിക്കണതിൻ്റെ ഇടയിൽ കൂടെ മിക്സ്ചർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സംഭവം കണ്ടത് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ശകലം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഇവന്മാരെല്ലാവരും കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചുറ്റിന്നും പഠിക്കാനുണ്ട്. ഹാർഡ് വർക്ക്, നന്നായി ഹാർഡ് വർക്ക് ചെയ്താലേ എന്തും സാധിക്കുള്ളൂ എന്നത് ഇവന്മാരായിട്ട് നമുക്ക് കാണിച്ചു തരാണ്. ഇതൊക്കെ നിസ്സാര കാഴ്ചകളാണ്. എങ്കിലും നമ്മൾ ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് പറയാം. മാത്സിൻ്റെ ബാക്കിയുള്ളത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ, ഇത് മാത്സ് അല്ല, ഇത് ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷും സൈലത്തിൻ്റെ തന്നെ ഓൺലൈൻ ചേർന്നിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ട്സുകളാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ക്ലാസ്സാണ് കേട്ടോ അവരുടെ. നമ്മൾ ശരിക്കും അവരെ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പലരും ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും ലിസ്റ്റിൽ വരുമോ, ജോലിക്ക് കയറുമോ എന്നുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് കുട്ടികൾ ട്യൂഷന് വരുന്നുണ്ട് കേട്ടോ. വിരലിലെണ്ണാവുന്ന കുട്ടികളൊക്കെ ഉള്ളൂ. പക്ഷേ അവർക്ക് അത് വൃത്തിയായിട്ട് എടുത്ത് കൊടുക്കണ്ടേ. അവരുടെ ക്ലാസ്സിന് ശേഷം പിന്നെ മോൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അവനിങ്ങനെ വെറുതെ ഇങ്ങനെ കവറൊക്കെ വിരിച്ച് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ പൂവൊക്കെ പൊട്ടിച്ച് അവൻ്റേതായിട്ടുള്ള കളികളിലാണ്. അപ്പോൾ ഞാനും കൂടെ കുറച്ച് നേരം നിന്നു. പിന്നെ അവൻ്റെ കൂടെ ബോൾ കളിക്കാൻ നിന്നു കുറച്ച് നേരം. അങ്ങനെ അവനും ഒരു എൻ്റർടൈൻമെൻറ്റ്, നമ്മൾക്കും ഒരു രസം. പിന്നെ മുകളിൽ ഇങ്ങനെ തുണികളെടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അലക്കി വിരിച്ച തുണികളൊക്കെ ഉണങ്ങിയപ്പോൾ എടുക്കാൻ പോയതാണ്. അപ്പോഴാണ് ഇങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നിന്നു. അതിനുശേഷം പിന്നെ രാത്രിയായപ്പോൾ ഭൂപ്രകൃതിയും കൂടെ പഠിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ഇവിടെ നിർത്തുകയാണ്. ബൈ.